മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലിനെന്ന് തെളിയിക്കുന്ന ചിത്രം പത്രത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് അതും അത്ര സുഖകരമായ ഒരു കാര്യമല്ല. ഇത്ര പ്രധാനപ്പെട്ട ഒരു രേഖ, അതിൽ ഓരോരുത്തരുടെയും പേര് നമുക്ക് കാണാം. ഓരോരുത്തരുടെയും പേരിന് നേരെ അവർ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ഫയൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇന്നിപ്പോൾ പുറത്തുവിട്ടു. അമൽ തന്നെ വിവരങ്ങൾ നൽകും. അപ്പോൾ അമൽ, സണ്ണി ജോസഫിന്റെ പിന്തുണ KCക്കാണ്. അതുമാത്രമല്ല, അപ്പുറമുള്ള പേരുകളൊക്കെ നമുക്ക് ആ ലിസ്റ്റിൽ കാണാം. ശ്രീജ, ഇന്നലെ അവിടെ വന്നു പോയ, ഇപ്പോൾ വിജയിച്ച് വന്നതിൽ വളരെ കുറച്ച് MLA-മാരും ഇപ്പോൾ ഈ റോണി കെ ബേബിയൊക്കെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ജയിച്ചു വന്ന, പുതിയതായി മത്സരിച്ച് വിജയിച്ച വളരെ കുറച്ച് ആളുകളുടെ നിലപാടുകളിൽ മാത്രമാണ് ചില അവ്യക്തതകളൊക്കെ നമുക്കുണ്ടായിരുന്നത്. കാരണം അവർ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി വന്നു പോയ ആളുകളിൽ ഭൂരിഭാഗം ആളുകളുടെയും തീരുമാനം എന്താണ് അകത്ത് പോയി പറഞ്ഞിട്ടുണ്ടാകുക എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതിൽ തെറ്റുകൾ സംഭവിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആണ് വന്നിരിക്കുന്നത്. സന്ദീപ് വാര്യർക്ക് തൃക്കരിപ്പൂരിലെ സീറ്റ് ലഭിച്ചത് തന്നെ KCയുടെ നിർണായകമായ ഇടപെടലാണ്. സന്ദീപിന് മലപ്പുറത്ത് തവനൂരിൽ മത്സരിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ ആ സീറ്റ് ലഭിച്ചില്ല. പകരം നേരെ സീറ്റ് ലഭിക്കുന്നത് തൃക്കരിപ്പൂരാണ്. സന്ദീപ് കൃത്യമായി തന്നെ KCയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഹൈക്കമാൻഡിൻ്റെ നേതാക്കൾ. അതോടൊപ്പം തന്നെ സജീവ് ജോസഫ് KCയുടെ പേര് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം സജീവ് ജോസഫ് സ്വാഭാവികമായും KCയുടെ പേര് പറയും. കാരണം KC മത്സരിക്കുന്നുണ്ടെങ്കിൽ, MP സ്ഥാനം രാജിവെച്ച് മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്ന സീറ്റുകളിൽ ഒന്ന് ഇരിക്കൂരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ സജീവ് ജോസഫിൻ്റെ പേര് അതോടൊപ്പം അതിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം അതിനുശേഷമാണ് സണ്ണി ജോസഫിൻ്റെ പേര് ആ പട്ടികയിലേക്ക് എത്തുന്നത്. സണ്ണി ജോസഫ് ആ പേര് എഴുതിയതിന് നേരെ അത് ഫില്ല് ചെയ്തിരിക്കുന്നത് KC എന്നുള്ളതാണ്. അപ്പോൾ KCയുടെ പേരാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉഷ വിജയനെ അടക്കമുള്ള ആളുകളുടെ പേരുകൾ താഴേക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. IC ബാലകൃഷ്ണനാണ് പിന്നീട് അതിനകത്തൊരു മാറ്റം ഉള്ളത്. അതിൽ KM അഭിജിത്തിൻ്റെ പേര് വരെയുള്ള ഭാഗം കാണാം. അഭിജിത്ത് പക്ഷേ ആരുടെ പേരാണ് പറഞ്ഞത് എന്നത് ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും A ഗ്രൂപ്പിൻ്റെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അതിനാൽ അഭിജിത്തിൻ്റെ അടക്കമുള്ള അതിൽ താഴേക്കുള്ള പേരുകളൊക്കെ എവിടേക്കാകും പോയിരിക്കുക എന്ന കാര്യത്തിൽ കാര്യമായ തർക്കമുള്ള കാര്യമല്ല. പക്ഷേ IC ബാലകൃഷ്ണൻ്റെ പേരിന് നേരെ KC + RC എന്നെഴുതിയിരിക്കുന്നു. KC അല്ലെങ്കിൽ RC എന്നുള്ളതാണ് ICയുടെ നിലപാട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. ഈ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പോലും അതിലേറ്റവും നിർണായകമായത് സണ്ണി ജോസഫിൻ്റെ പേര് തന്നെയാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന KPCCയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫിൻ്റെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധികൾ രേഖപ്പെടുത്തി വിടുന്നതും മടങ്ങിയിരിക്കുന്നത്. അത് ഈ മുഖ്യമന്ത്രി നിർണയത്തിലൊക്കെ നിർണായകമായി മാറാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ ഒരാളുടെ പേര് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ ആശയക്കുഴപ്പങ്ങളില്ല. IC ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ RC അല്ലെങ്കിൽ KC, അല്ലെങ്കിൽ KC അല്ലെങ്കിൽ RC അല്ലെങ്കിൽ VD, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അതിൽ കൃത്യമായി തന്നെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എക്സ്പ്രസ് ദിനപത്രത്തിലെ ഫോട്ടോയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. മുഗൾ വാസനിക്കിൻ്റെ കൈവശം ഇരിക്കുന്ന ലിസ്റ്റിൽ നിന്നും എടുത്ത ചിത്രം എന്നുള്ള നിലയ്ക്കാണ് ഈ ഫോട്ടോ ഇന്ന് എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ സണ്ണി ജോസഫിൻ്റെ പിന്തുണ KC വേണുഗോപാലിനാണ്. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ആർക്കാണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും.